CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കമ്മിറ്റികൾ രണ്ടാമത് തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ചർച്ച നടത്തി തീരുമാനമെടുക്കാനാണ് യോഗം ചേരുന്നത്. ഇന്നത്തെ യോഗത്തോടുകൂടി CPIM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമാകുമെന്നാണ് സൂചന. തിരുവനന്തപുരം, കൊല്ലമടക്കം പല ജില്ലാ കമ്മിറ്റികളും തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വേണമെന്ന് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. മാത്രമല്ല 3-4 സ്ഥാനാർത്ഥികളുടെ പേരുകൾ നൽകിയ മണ്ഡലങ്ങളിലെ പട്ടിക പരിശോധിച്ച് ഒരു പേരായി തിരികെ നൽകണമെന്നും ജില്ലാ കമ്മിറ്റികളോട് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റും മണ്ഡല കമ്മിറ്റികളും തയ്യാറാക്കിയ പട്ടികയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് പരിഗണിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര, വർക്കല, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇനി തീരുമാനിക്കാനുള്ളത്. കൊല്ലത്തെ കൊട്ടാരക്കര, കുണ്ടറ, കൊല്ലം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ആലപ്പുഴയിലെ ചെങ്ങന്നൂർ, കായംകുളം എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടായേക്കും. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലേക്കും എറണാകുളത്തെ 2 മണ്ഡലങ്ങൾ ഒഴികെയുള്ള സ്ഥലങ്ങളിലേക്കും ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കിയ പട്ടികയും സെക്രട്ടേറിയറ്റ് ഇന്ന് പരിഗണിക്കും. തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും ഇന്ന് തീരുമാനിച്ചേക്കും. സീറ്റുകൾ വെച്ചുമാറുന്നതിനെക്കുറിച്ചും മുന്നണിക്ക് പുറത്തു നിൽക്കുന്ന കക്ഷികൾക്ക് നൽകേണ്ട സീറ്റുകളെക്കുറിച്ചും ഇന്ന് ചർച്ച നടന്നേക്കുമെന്നാണ് സൂചന. സൈഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.